ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ആർക്കും ഇന്ന് പോവണ്ട, ലീവാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോ ആയിട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജോയിൽ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ നിൽക്കുന്നത് കാണുന്നത്. അത്ര താല്പര്യമൊന്നുമില്ല, കാരണം നല്ല തണുപ്പും കാറ്റൊക്കെ ആയതുകൊണ്ട് മടിച്ചാട്ടോ അവിടെ പോയി നിൽക്കണേ. അപ്പോൾ ഗൈസ്, നമ്മുടെ എന്താ പറയുക, ടാങ്കിൻ്റെ മുകളിൽ ഒരു കാക്ക വന്നിരിപ്പുണ്ട് കേട്ടോ. അത് കാറ്റ് വീശുന്നതനുസരിച്ച് ബാലൻസ് ചെയ്തിരിക്കുന്നത്, എന്നെ കണ്ടത് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹെരമോളും ചുരുമോളും കടയിൽ പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ തേങ്ങ വാങ്ങിക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അവർ അടുത്തുള്ളൊരു കടയാണ്, അപ്പോൾ അവിടെ പോയി വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ മദ്രസയിൽ പോകുന്ന കുറച്ച് പിള്ളേരും ഉണ്ട് കൂട്ടിന്. അപ്പം ഞാൻ രാവിലെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ്. ഇന്ന് ഞങ്ങൾ മുട്ടക്കറിയും ഉതിരുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉതിരെന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. പുട്ടിങ്ങനെ ഓരോ പ്രാവശ്യം പാത്രത്തിനകത്ത് വെച്ചെടുക്കാതെ ഒരുമിച്ച് പൊടി നനച്ചിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വാഷിംഗ് മെഷീനകത്ത് തുണി കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് തുണിയെടുത്ത് ഞാൻ പിഴിഞ്ഞ് വിരിച്ചിടാൻ പോകണേ. കാരണം യൂണിഫോമൊക്കെ നൈസായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഞാൻ ഡ്രയറിനകത്ത് ഇടാറില്ല. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വിരിച്ചിടുവാണ്. ജോയിലും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ജോയിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ ഞാൻ മുട്ട ഏകദേശമൊക്കെ കയറിയിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഉതിരും കൂടെ ഉണ്ടാക്കണം. മുട്ടക്കറി വെക്കണം, ഉതിരും പുഴുങ്ങണം. അപ്പോൾ ഞാനിനി പൊടിയെല്ലാം കൂടെ നനച്ച് വേറെ ഒന്നുമില്ല, ഇഡ്ഡലി പാത്രത്തിനകത്തേക്ക് മൊത്തം ഒന്ന് വെച്ചിട്ട് ഉതിരി വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണേ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും ഹെലനോട് കൂടി ഓരോ ജോലികൾ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ഇവരെയും എൻ്റെ ഹെൽപ്പർ ആയിട്ട് കൂട്ടാറുണ്ട്. അപ്പോൾ മീൻ വരുന്ന ഉച്ച കേട്ടപ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കാൻ പോയി. ഇന്ന് ഉച്ചക്കത്തേക്കിന് അയലമീനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ 100 രൂപയ്ക്ക് അയലമീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടനോട് അതിന് ശേഷം വർത്തമാനം പറയുന്നതാണ് കാണുന്നത്. മീനിൻ്റെ വിലയെക്കുറിച്ചും സമകാലിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇക്ക പറയുകയാണ്. നമുക്ക് പരിചയമുള്ളിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഇരിക്കായാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്തൊക്കെ എടുക്കണം. അതിന് മുമ്പ് കാപ്പ് കുടിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ മുട്ടക്കറി വെക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പം മുട്ടക്കറിയൊക്കെ ഏകദേശം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുട്ടക്കറിയും ഉതിരും കൂടെ കഴിക്കാം. പിള്ളേരൊക്കെ വെയിറ്റിങ്ങിലാണ്, അവർക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ചൂട് ഉതിരും മുട്ടക്കറിയും കൂടി നമ്മളങ്ങ് പിടി പിടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി കഴിച്ചോ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുത്, നമ്മുടെ ബ്രെയിനിനെ ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കാപ്പ് കുടിച്ചിട്ട് വേണം നമ്മുടെ കുറേ പരിപാടികളൂടെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ജൂലൂട്ടിനോടെ ഫുഡ് കഴിച്ചിട്ട് ഓടി വന്ന് പ്ലേറ്റ് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇവർ 3 പേരും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അവരുടെ പ്ലേറ്റ് കഴിക്കാറുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ മീൻ വെട്ടൽ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല, പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചെയ്യുകയാണ്. ഇന്ന് കിട്ടിയേക്കുന്ന അയല ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വറക്കാമെന്ന് വിചാരിച്ചു. വലിയ അയലയായിരുന്നെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചല്ല തേങ്ങാപ്പാലിലൊക്കെ കറി വെക്കാമായിരുന്നു. ഇത് ചെറുതായതുകൊണ്ട് വറക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ മീൻ വെട്ടാൻ വന്നിരുന്നപ്പോഴേ എവിടെ നിന്നൊക്കെയോ കുറേ കാക്കയും പൂച്ചയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മീനിൻ്റെ മണം കേട്ടാൽ പിന്നെ പൂച്ച എവിടെ നിന്നെങ്കിലൊക്കെ വരും. എന്നിട്ട് അവിടെ ഇങ്ങനെ കരയിലായിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ പീസ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതവിടെ സൈലൻ്റായിട്ട് ഇരുന്നോളും ഗൈസ്. അപ്പോൾ നമുക്കിന്ന് മീൻ വറുത്തെടുക്കണം ഗൈസ്. അപ്പോൾ ഞാൻ മീൻ വറുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ മീൻ എടുത്ത് വെച്ചു, ഏകദേശമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് പയർ വേവിക്കാൻ ഞാൻ വെച്ചായിരുന്നു, അത് വളർത്തിയെടുക്കണം. അതുപോലെ ഞാൻ മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് നമുക്ക് മോരുകറിയും പയർ വളർത്തിയതും അതുപോലെ തന്നെ അയല വറുത്തതും. അപ്പോൾ ഞാൻ പയർ വളർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം, ഇനി അകത്ത് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ പിന്നെ വണ്ടി കഴുകിയിടാനുണ്ട്. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലാണ് നമുക്ക് ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ നടക്കുകയുള്ളൂ ഗൈസ്. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ്. ആദ്യം തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാനിനി പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വറ്റൽമുളകൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഗൈസ്. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. നല്ല അടിപൊളി വെള്ളപ്പയറാണ് കേട്ടോ, ചുവന്ന പയറല്ല വെള്ളപ്പയറാണ്. അതാണ് കുറച്ച് കളറ് കുറവായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പം പയർ മെഴുക്കുവരട്ടിയൊക്കെ ഏകദേശം സെറ്റായി. ഇനി ഞങ്ങൾ വണ്ടി കഴുകാൻ പോവാണ് ഗൈസ്. അപ്പോൾ കുട്ടിപ്പട്ടാളം മൊത്തം എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ജോലിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിൽ പണിയൊക്കെ, ജോലി എല്ലാത്തിനും കൂടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി കഴുകലും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി പെരയൊക്കെ തുടച്ച് വൃത്തിയാക്കി അതിന് കുളി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാറായി. അപ്പോൾ ഞാൻ പെര തുടച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. പകലാണ്, പക്ഷേ ആ ലൈറ്റ് ഇട്ടിട്ട് അങ്ങനെ
ഭയങ്കരമായിട്ട് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ജോയലിന് ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ജോയൽ ഇപ്പോഴും ഭയങ്കര കുഞ്ഞാവയായിട്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ ചെറുതായതുകൊണ്ട് ഭയങ്കര കുഞ്ഞാവകളിയാണ്. അപ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ജോയലിനെ എടുക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത്. എന്തായാലും കുഞ്ഞാവനെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും അതുപോലെ തന്നെ മോരുകറിയും അയല വറുത്തതും അതുപോലെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മുളകും കുട്ടിയടിക്കാം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ജോയൽ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് ചെടി വെച്ചേക്കുന്ന ബോട്ടിലാട്ടോ. അവനത് എടുത്ത് വെച്ചിട്ട് ഓരോ കളറിലുള്ള ബോട്ടിലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ കൈ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അക്വേറിയം പോലെയാണെന്ന് പറഞ്ഞിട്ട് കളിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക, വൈകുന്നേരം എഴുന്നേറ്റ് ചായ കുടിച്ച് ഇരിക്കുക, അതൊക്കെയാണ്. ഇന്ന് പ്രത്യേകിച്ച് പുറത്ത് പോയിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം നമുക്ക് കിട്ടിയപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മുടെ പതിവായിട്ട് വരുന്ന മയിലച്ചൻ വന്നിട്ടുണ്ട്. ഇവിടെ ഈ പ്ലേസിലാണ് കേട്ടോ കക്ഷി വരുന്നത്. കാരണമുണ്ട്, ഞങ്ങൾ ഇവിടെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തതിൻ്റെയൊക്കെ ബാക്കി വരുന്ന വേസ്റ്റ് അവിടെ കളയാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊത്തിപ്പെറുക്കി തിന്നാനൊക്കെയാണ് കേട്ടോ കക്ഷി അവിടെ എന്നും വരുന്നത്. അപ്പോൾ സ്ഥിരം വരുന്ന ഒരാൾക്കറിയാം അവിടെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കാണുന്നു, അതുകൊണ്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കേ.